ഐഷ് ഐഷ് ഖുബ്സ് ഐഷ് ഖുബ്സ് റൊട്ടി. റൊട്ടിക്ക് രണ്ട് പദത്തിൽ പറയും. അറബിൽ രണ്ട് പദം ഉപയോഗിക്കുന്നുണ്ട്. ഐഷ് ഐഷ് എന്നും പറയും, ഖുബ്സ് എന്നും പറയും. റൊട്ടി ഐഷ് ഐഷ് ഖുബ്സ് റൊട്ടി. ഐഷ് എന്ന് പറഞ്ഞാലും റൊട്ടി എന്നാണ്, ഖുബ്സ് എന്ന് പറഞ്ഞാലും റൊട്ടി എന്നാണ്. ഐഷ് എന്ന് പറഞ്ഞാലും റൊട്ടി എന്നാണ്, ഖുബ്സ് എന്ന് പറഞ്ഞാലും റൊട്ടി എന്നാണ്. സുബ്ദ 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 വെണ്ണ. സുബ്ദ വെണ്ണ. സുബ്ദ വെണ്ണ. അടുത്തത് ദുഹ്ൻ. ദുഹ്ൻ എന്നും സൈത്ത് എന്നും എണ്ണയ്ക്ക് പറയും. ഇത് സുബ്ദ വെണ്ണ. സുബ്ദ വെണ്ണ. ഇനി എണ്ണയെ സംബന്ധിച്ചാണ് പറയുന്നത്. ദുഹ്ൻ എന്ന് പറഞ്ഞാൽ എണ്ണയെന്നാണ്, സൈത്ത് എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്. ദുഹ്ൻ എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്, സൈത്ത് എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്. അപ്പം രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ദുഹ്ൻ എണ്ണ, സൈത്ത് എണ്ണ. ദുഹ്ൻ എണ്ണ, സൈത്ത് എണ്ണ. ദുഹ്ൻ എണ്ണ, സൈത്ത് എണ്ണ. അപ്പം എണ്ണയ്ക്ക് ദുഹ്ൻ എന്നും പറയും, സൈത്ത് എന്നും പറയും. അടുത്ത് സംന് നെയ്യ്. സംന് നെയ്യ്. സംന് നെയ്യ്. സംന് നെയ്യ്. ബൈള സ്വാദ് ലാദ് നാക്ക് സൈഡിലേക്ക് ചേർത്ത് ബൈള എന്ന് പറഞ്ഞാൽ മുട്ട. ബൈള മുട്ട. ബൈള മുട്ട. ഇപ്പം ബൈളത്തുൻ എന്നാണ്, ഈ താന് ഉച്ചാരണം കൊടുക്കത്തില്ല. ബൈള മുട്ട. ബൈള മുട്ട. മുഖല്ലൽ അച്ചാർ. അച്ചാറിന് അറബിൽ പറയുന്നതാണ് മുഖല്ലൽ അച്ചാർ. അച്ചാർ. മിൽഹ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, സാൾട്ട്. മിൽഹ് ഉപ്പ്. ഒന്നുകൂടെ പറയാം. ഐഷ് വെറും ആന്നല്ല പറയേണ്ടത്, ഐഷ്. ഐഷ് എന്ന് പറഞ്ഞാലും റൊട്ടി എന്നാണ്. ഐഷ് എന്ന് പറയാൻ റൊട്ടി, ഖുബ്സ് എന്നും പറയും റൊട്ടിക്ക്. ഐഷ് റൊട്ടി, ഖുബ്സ് റൊട്ടി. ഐഷ് റൊട്ടി, ഖുബ്സ് റൊട്ടി. സുബ്ദ വെണ്ണ. സുബ്ദ വെണ്ണ. സുബ്ദ വെണ്ണ. അടുത്തത് ഇത് എണ്ണയെ സംബന്ധിച്ച്, അത് വെണ്ണ എന്നാണ് പറഞ്ഞത്. ഇനി എണ്ണയ്ക്ക് രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നു. ദുഹ്ൻ എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്, സൈത്ത് എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്. ദുഹ്ൻ എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്, സൈത്ത് എന്ന് പറഞ്ഞാലും എണ്ണയെന്നാണ്. സംനുൻ ആണ് ഫുൾ സ്റ്റോപ്പിൽ. നെയ്യ്. സംന് നെയ്യ്. നെയ്യ്. ബൈള മുട്ട. മുട്ട. മുഖല്ലൽ അച്ചാർ. അച്ചാർ. മിൽഹ് ഉപ്പ്.